ഗണിതശാസ്ത്ര മേളയുമായി ബന്ധപ്പെട്ട ഹൈസ്കൂൾ വിഭാഗത്തിലെ ഗണിത ക്വിസ് പ്രോഗ്രാം, അതിലെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചോദ്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഉത്തരവും. പക്ഷെ ഗണിത ക്വിസ് ആകുമ്പോൾ ഒരിക്കലും ചോദ്യങ്ങളും ഉത്തരവും ബൈഹാർട്ട് പഠിച്ചു പോയിട്ട് ഒരു ഗണിത ക്വിസിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഏത് ചോദ്യം കിട്ടിയാലും അതിൻ്റെ ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ മനസ്സിൽ ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു ചോദ്യം, ആ ചോദ്യം എങ്ങനെയാണ് മനസ്സിൽ ചെയ്യാം, അതിൻ്റെ ഒരു പരിശീലനം, എന്നിട്ട് ഉത്തരത്തിലേക്ക് പോകുന്നു. ഇതാണ് പരിചയപ്പെടാൻ പോകുന്നത്. 20 ചോദ്യങ്ങൾ ഇപ്പോൾ അങ്ങനെ പരിചയപ്പെടാം. ഇത് ഒന്നാമത്തെ ഭാഗമാണ്. ഇനി ധാരാളം ഭാഗങ്ങൾ, ധാരാളം ചോദ്യങ്ങൾ ഇതിന് ശേഷം നമുക്ക് പരിചയപ്പെടാം. തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഉണ്ടല്ലോ, 1000 K = 4321 ആയാൽ K/1000 ആണ്. K/1000 കാണണമെങ്കിൽ ആദ്യം Kയുടെ വില കിട്ടണം. Kയുടെ വില തന്നിട്ടില്ല, പക്ഷെ 1000 K തന്നിട്ടുണ്ട്, 4321. അപ്പൊ K എന്താണ്? 4321/1000. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ അറിയോ? 4321/1000 ഗുണിക്കണം 1000. 1000 ഗുണിക്കണം 1000. 1000 ഗുണിക്കണം 1000 ആവുമ്പോ 1000-ൽ 3 പൂജ്യമുണ്ട്, ഈ 1000-ൽ 3 പൂജ്യമുണ്ട്. ആകെ 6 പൂജ്യമുള്ള ഒരു സംഖ്യ കൊണ്ട് 4321 ഹരിക്കണം. അപ്പം ഇതിൽ 4 സ്ഥാനമുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ സംഖ്യയിൽ 6 പൂജ്യമുണ്ട്. അതായത് ഇതിന്റെ കൂടെ 2 പൂജ്യം കൂടി ചേർത്ത് ദശാംശ സ്ഥാനം ഇട്ട് കഴിഞ്ഞാലാണ് അതിന്റെ ഉത്തരം. എന്ത് വരും? 0.004321. ഓക്കെ, അടുത്തത് n ഗുണിക്കണം n-1 ഗുണിക്കണം n+1 സമം 61 ഗുണിക്കണം 62 ഗുണിക്കണം 63 ആയാൽ n എത്ര? ഇത് സിമ്പിൾ ആണ്, വലിയ പ്രശ്നമില്ല. ഇപ്പൊ ഇതില് ഏറ്റവും വലുതേതാ? n+1, അപ്പൊ 63. ചെറുതേതാ? n-1, അത് 61. പിന്നെ ബാക്കിയുള്ള എന്താണ്? 62. എന്നിന്റെ വില 62. അത് നമ്മുടെ യുക്തിയാണ്. ഒരു വൃത്തത്തിന്റെ പരപ്പളവ് 12 ചതുരശ്ര യൂണിറ്റ് ആണ്. അതിന്റെ 2 മടങ്ങ് ആരമുള്ള വൃത്തത്തിന്റെ പരപ്പളവ് എത്രയാണ്? പരപ്പളവ് കാണാൻ, വൃത്തത്തിന്റെ പരപ്പളവ് കാണാൻ ഉപയോഗിക്കുന്ന സൂത്രമൊക്കെ എന്താ? πr² ആണല്ലോ. r² ആണ്. r 1 ആണെങ്കിൽ പരപ്പളവ് 1 ഗുണിക്കണം 1 വരും. അത് ഇരട്ടി ആയാലോ? അത് 2 ഗുണിക്കണം 2 4 വരും. അതായത് നിലവിലുള്ള പരപ്പളവ് 4 മടങ്ങ് കൂടും. ഇരട്ടിയല്ല കൂടുക, 4 മടങ്ങ് കൂടും. അപ്പൊ ഇത്രയേ ഉള്ളൂ. പരപ്പളവ് ഇപ്പോൾ 12 ആണ്. അത് വൃത്തത്തിന്റെ ആരം 2 മടങ്ങ് കൂടുമ്പോൾ പരപ്പളവ് 4 മടങ്ങ് കൂടും. 12 ഗുണിക്കണം 4 48 ആണ് അതിന്റെ ഉത്തരം. 48 ചതുരശ്ര യൂണിറ്റ്. 1001 ഗുണിക്കണം 1004, 1002 ഗുണിക്കണം 1003 എന്നീ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഭീകരമായ ഒരു ചോദ്യമാണ്. ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഇത് ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഇതിന്റെ 1-ാം സ്ഥാനത്തെ സംഖ്യ അക്കങ്ങൾ ഏതൊക്കെയാ? ഇതില് 1 4 ഗുണിക്കേ 4. ഇതിലെ അക്കങ്ങൾ ഗുണിക്കേ 2 3 6. ഈ 6ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2. അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം, 2. ചോദ്യം വളരെ വിഷമാണ്, പക്ഷെ നമുക്കതിന്റെ ഉത്തരം ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, 2. x-1 x+1 സമം 10:11 ആയാൽ x എത്ര? x-1ഉം x+1ഉം തമ്മിലുള്ള അംശം എന്താണ്? 10:11 ആയാൽ x എത്ര? കിട്ടിയോ? സിമ്പിൾ. 10ഉം 11ഉം കൂടെ കൂട്ടുക, 21 ആണ് അതിന്റെ ഉത്തരം. 21 - 1 എത്രയാ? 20. 21ഉം 1ഉം കൂടെ കൂട്ടിയ എത്രയാ? 22. അപ്പം 20ഉം 22ഉം അത് നമ്മൾ അംശം 10:11.
എക്സിന്റെ വില 21. 3 ഘാതം 1 ഗുണിക്കണം 3 ഘാതം 2 ഗുണിക്കണം 3 ഘാതം 3 ഗുണിക്കണം 3 ഘാതം 4 ഗുണിക്കണം 3 ഘാതം 100. ഇതിങ്ങനെ കുടിച്ച് ഇന്നത്തെ ഉണ്ട്. ഇതിങ്ങനെ ആവർത്തിച്ച് പോകുന്നു. എവിടെ വരെ പോകുന്നു? 3 ഘാതം 100, അതായത് 3⁻100 വരെ പോകുന്നുണ്ട്. സമം 3⁻k എങ്കിൽ k എത്ര? സിമ്പിൾ 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 സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. 1 മുതൽക്ക് 100 വരെ കൂട്ടിയാൽ മതി. 1 മുതൽക്ക് 100 വരെ കൂട്ടാൻ എന്താ മാർഗം? 100ഉം 1ഉം കൂടെ കൂട്ടുക. ആദ്യം 101. എത്ര സംഖ്യയുണ്ട്? 100. അതിന്റെ പകുതി എത്രയാ? 50. ആ 101നെ 50 കൊണ്ട് ഗുണിക്കുക. എത്ര വരും? 5050. അതായത് 3⁻5050 ആണ് വരിക. കെയുടെ വില 5050. 50⁻3 മൈനസ് 5⁻3 നേക്കാൾ എത്ര കൂടുതലാണ് 50⁻3 പ്ലസ് 5⁻3? ഇതിനേക്കാൾ ഇതെത്ര കൂടുതലാണ്? ഇതിൽ രണ്ടിലുണ്ട് എന്തുണ്ട്? 50⁻3 ലൈൻ രണ്ട് ക്യാൻസൽ ആക്കുക. ഈ -5⁻3 ഇങ്ങോട്ടേക്ക് വരിക. -5⁻3 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതെന്താകും അറിയോ? അത് +5⁻3 ആകും. 5⁻3 എത്രയാ? 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 125. 125 പ്ലസ് 125 എത്രയാ? 250 ആണ് അതിന്റെ ഉത്തരം. ശ്രീനിവാസ രാമാനുജൻ ജനിച്ച വർഷം. ഇത് പിന്നെ ചെയ്യാനൊന്നുമില്ല, വൈകാട്ട് പഠിച്ച ഉത്തരം പറയാം. 1887. 5 കിലോഗ്രാം ആപ്പിളിന്റെ വിലയും 7.5 കിലോഗ്രാം ഓറഞ്ചിന്റെ വിലയും തുല്യമാണ്. ആപ്പിളിന്റെ വിലയും ഓറഞ്ചിന്റെ വിലയും തമ്മിലുള്ള അംശബന്ധം എന്ത്? തിരിച്ചിട്ടാൽ മതി. തിരിച്ചിടുക. ഇതിന്റെ വില കാണുമ്പോൾ തിരിച്ചിടുക. തിരിച്ചിടുമ്പോൾ എന്ത് വരും? 7.5:5. 7.5 ഇത് 7ആണല്ലോ. അത് പൂർണ്ണസംഖ്യയാക്കുമ്പോൾ 7 ഗുണിക്കണം 2 15:10. 15:10 ചുരുക്കുമ്പോൾ എന്ത് വരും? 3:2. അതാണ് ഇതിന്റെ ഉത്തരം. 1/a പ്ലസ് 1/b ഹരിക്കണം 1/a ഗുണിക്കണം 1/b സമം 30 ആകുന്നു. a സമം 6 ആയാൽ b എത്ര? ബിയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. a സമം 6 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മളിപ്പോ ഒന്ന് ചെയ്തു നോക്കാം അല്ലെ. ആദ്യമേ പറയാം 1/a ഗുണിക്കണം 1/b എന്ന് പറഞ്ഞാൽ 1/ab. ഇതെന്താണ്? ഹരിക്കനാണ്. അപ്പോ ഹരിക്കണം 1/ab എന്തായി മാറും? അത് ഗുണിക്കണം ab ആയി മാറും. അപ്പൊ ഇവിടെ വരുന്നത് ഗുണിക്കണം ab ആണ്. ഇത് നമുക്ക് മാറ്റി അങ്ങനെ എഴുതാം. ഗുണിക്കണം ab. എന്തിനെ ഗുണിക്കണം? ഇതിനെ ഗുണിക്കണം. ഇതിനെങ്ങനെ ഗുണിക്കുക? 1/a പ്ലസ് 1/b എത്രയാണ്? അത് a പ്ലസ് b ബൈ ab ആണ്. അപ്പൊ വരുന്നത് എന്താണ്? a പ്ലസ് b ബൈ ab ഗുണിക്കണം ab. ഇപ്പൊ മുകളിലത്തെ ab പോയി, താഴത്തെ ab പോയി. ബാക്കി എന്ത് വന്നു? a പ്ലസ് b. a പ്ലസ് b സമം 30 കിട്ടി. a പ്ലസ് b സമം 30 ആണ്. a 6. a പ്ലസ് b യിൽ a 6 ആണ്. അപ്പൊ b എന്ത് കിട്ടും? 30 മൈനസ് 6 24 ആണ് ബിയുടെ വില. എല്ലാം മനസ്സിലാണ്, നോട്ടിലല്ല. 11 ഗുണിക്കണം 101 ഗുണിക്കണം 10,001ന്റെ ഗുണനഫലത്തിൽ 1 എന്ന അക്കം എത്ര സ്ഥാനങ്ങളിൽ ഉണ്ടാകും? ഒരു ക്വിസിന് ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനെയെല്ലാം ഗുണിച്ച് ഉത്തരം കിട്ടണമെങ്കിൽ വലിയ പാടാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിലെത്രയുണ്ട്? 2. ഇതിലെത്രയുണ്ട്? 2. ഇതിലെത്രയുണ്ട്? 2. അപ്പൊ 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 എത്രയാ? 8 അല്ലേ? അപ്പൊ ആ ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിലെ 1 എത്ര എന്ന് ചോദിച്ചാൽ 8 എന്നാണ് ഉത്തരം. √2 ഗുണിക്കണം √5 ഹോൾ സ്ക്വയർ സമം a പ്ലസ് 2√10 എങ്കിൽ എയുടെ വില എത്ര? ഇതിന്റെ വില എത്രയാണ്? ഇതിന്റെ സ്ക്വയർ അതിങ്ങനെ വരും അല്ലേ? എങ്ങനെ വരും? a പ്ലസ് b ഹോൾ സ്ക്വയർ. a പ്ലസ് b ഹോൾ സ്ക്വയർ ആകുമ്പോൾ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. a സ്ക്വയർ ആകുമ്പോൾ √2ന്റെ സ്ക്വയർ എത്രയാ? അത് 2. b സ്ക്വയർ ആകുമ്പോൾ √5ന്റെ സ്ക്വയർ അത് 5. അപ്പോ 2ഉം 5ഉം കൂടെ കൂട്ടിയാൽ എത്ര വന്നു? 7 വന്നു.
ഓക്കെ. ഇനി 2ab എന്ന് പറയുമ്പോൾ 2 ഗുണിക്കണം ab √5 √2 ഗുണിക്കണം √5 അത് √10. അപ്പൊ 2ab എന്ന് പറഞ്ഞാൽ 2√10 അത് ഇവിടെ ഉണ്ട്. ബാക്കി എന്താ ഉള്ളത്? നേരത്തെ കൂട്ടിയത് 2 + 5 7. അപ്പൊ 7 വില എത്രയാണ്? 7 ആണ്. 100ന്റെ 1%, 200ന്റെ 2%, 300ന്റെ 3%, 400ന്റെ 4%, 500ന്റെ 5% കൂട്ടിയാൽ എത്ര? 500ന്റെ 5% എന്ന് പറഞ്ഞാൽ 500 ഗുണിക്കണം 5/100 25. ഇത് 400 ഗുണിക്കണം 4/100 16. 300 ഗുണിക്കണം 3/100 9. ഇത് 4 വരും, ഇതൊന്ന് വരും. ഇപ്പൊ 1 4 9 16 25 എല്ലാം കൂടെ കൂട്ട് 3D 55. x + 2 × x + 3 = 8556 ആയാൽ x × x + 5 എത്ര? ഇത് ആകെ എത്രേ ചെയ്യാനുള്ളൂ? x × x + 5 എന്ന് പറഞ്ഞാൽ x² + 5x. x² + 5x. അപ്പൊ ഇതിനെ വിപുലീകരിച്ച് കഴിഞ്ഞാൽ എന്ത് വരും? x × x x². x + 2 × x + 3 എത്ര വരും? അത് 5x വരും. പിന്നെ വരുന്നത് എന്താ? 2 × 3 അത് എത്രയാ? അത് 6. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? x × x + 5 അതായത് x² + 5x തന്നിട്ടുണ്ട്. തരാത്തത് 2 ഗുണിക്കണം 3 6 ആണ്. അപ്പൊ ഈ 6 ഇതിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ഇതിന്റെ ഉത്തരം. 8556 - 6 എത്രയാണ്? 8550 ആണ് ഇതിന്റെ ഉത്തരം. a - b = 15, b - c = 20, c - d = 25 ആയാൽ a - b എത്ര? ഇത് എല്ലാം കൂട്ടി നോക്ക്. -b-യും +b-യും കൂടെ പോയാൽ 0. -c-യും c-യും കൂടെ പോയാൽ 0. അപ്പൊ 2 0 കിട്ടി. ബാക്കി എന്താ ഉള്ളത്? a - d. ഇനി നമ്മൾ ഇതിൽ അക്കങ്ങൾ കൂട്ടി വെക്കാം. 15ഉം 20ഉം 35ഉം 25ഉം 60. അപ്പോ a - d എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം 60 ആണ്. മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥമായ യുക്തിഭാഷയുടെ രചയിതാവ് ആര്? ഇതിപ്പം ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. ബ്രഹ്മദത്തൻ. അത് ഓർമ്മിച്ചാൽ മതി. ബ്രഹ്മദത്തൻ. a + b = x, b + c = y, c + a = z ആയാൽ a + b + c. നേരത്തെ ചെയ്തപോലെ ഇതെല്ലാം കൂട്ടി നോക്കുക. a + b, b + c, c + a കൂട്ടിയാൽ 2a + 2b + 2c വരും. അത് എന്താണ്? x + y + z. ഏത്? 2a + 2b + 2c = x + y + z. അപ്പൊ a + b + c ആണെങ്കിലോ x + y + z / 2 അല്ലെങ്കിൽ half of x + y + z. m/10 m/10 = m + 10/11 ആയാൽ m എത്ര? m ന്റെ വിലയാണ് കാണേണ്ടത്. നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് m ഗുണിക്കണം 11 11m. 11m = എന്ത് വരും? 10m + 100. ഈ 10m അങ്ങോട്ട് പോകുമ്പോൾ 11m - 10m എത്രയാണ്? അത് ഒരു m ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട m ആണ്. ആ m = ബാക്കിയുടെ എന്തുണ്ട്? 10 ഗുണിക്കണം 10 100. അപ്പൊ m ന്റെ വില 100 ആണ്. ഒരു ഷഡ്ഭുജത്തിന്റെ ആകെ വികരണങ്ങളുടെ എണ്ണം എത്ര? അത് സിമ്പിൾ ആണ്, 9. അത് ഓർമ്മിച്ചാൽ മതി. ത്രികോണമാകുമ്പോൾ വികരണമല്ല, ചതുരമാകുമ്പോൾ 2 ഉണ്ട്, പഞ്ചഭുജാണെങ്കിൽ 5 ഉണ്ട്, ഷഡ്ഭുജമാണെങ്കിൽ 9 ഉണ്ട്. അതിന്റെ ഒരു ഫോർമുല ഉണ്ട്, അത് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ വികരണങ്ങളുടെ എണ്ണം സിമ്പിളായി കിട്ടിക്കോളും. 453² - 451² = 4k ആയാൽ k എത്ര? ഇതെന്താണ്? ഇത് a² - b². a² - b² എന്ന് പറഞ്ഞാൽ എന്താ? a + b × a - b. a + b 453 + 451 എത്രയാ? 904.
ഗുണിക്കണം എ മൈനസ് ബി. 453 മൈനസ് 451 2. അപ്പൊ 904 ഗുണിക്കണം 2 സമം 4k ആണ്. 4k. അപ്പോ k എങ്ങനെ കണ്ടുപിടിക്കും? 904 ഗുണിക്കണം 2 ബൈ 4. മുകളിലത്തെ 2ഉം 4ഉം വെട്ടി ചെറുതാക്കുമ്പോൾ അടിയിൽ 2 വരും. അതായത് 904നെ 2 കൊണ്ട് വെട്ടണം. എത്ര വരും? 452 ആണ് ഇതിന്റെ ഉത്തരം. ഹൈസ്കൂൾ വിഭാഗത്തിലെ 20 ചോദ്യങ്ങൾ എങ്ങനെ മനസ്സിൽ ചെയ്തു പഠിക്കാം അതാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോ കണക്കും മനസ്സിൽ ചെയ്ത് പഠിക്കാനുള്ള പ്രാക്ടീസ് നടത്തുക. ഓക്കെ.